ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. നമ്മളിന്ന് വന്നേക്കുന്നത് എവിടെയാണെന്നറിയോ? ഇത് തൃശ്ശൂരിലെ പുള്ള എന്ന് പറയുന്ന മനോഹര ഗ്രാമത്തിലെ മനക്കൊടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മനക്കൊടിയുടെ, കണ്ടിട്ടുണ്ടാവുമായിരിക്കും എല്ലാവരും. അതിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഞായറാഴ്ച രാവിലെ ഇവിടുത്തെ താമരക്കുളം, ആ ഒരു താമരക്കുളത്തിന് ഞങ്ങളൊരു ബഞ്ചി സഫാരിക്ക് വരുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഇടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു താമരക്കുളത്തിലെ ഒരു വഞ്ചി സഫാരിക്ക് വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ പുള്ളിൻ്റെ മനോഹരമായ ഗ്രാമഭംഗിയിലൂടെയുള്ള കാഴ്ചയും അതേപോലെ തന്നെ മനക്കൊടിയിലെ നല്ല മനോഹരമായ ഒരു താമരക്കുളത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യാണ് ഈ ഒരു വഞ്ചി സഫാരിയിലേക്ക്, അതും താമരക്കുളത്തിൽ കൂടെയുള്ള. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ സന്ധ്യാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. വരും. നമ്മളിത് ഈ വഞ്ചി കയറാൻ പോവാണ്. അപ്പോൾ സേഫ്റ്റി ജാക്കറ്റ് ഇടുവാണ്. ആഴം ഉണ്ടല്ലോ ചേട്ടാ അതിന്? ആ, എത്രയാ? ആ എന്നാ സേഫ്റ്റി ജാക്കറ്റിൻ്റെ ഓ ഓ ഓ അങ്ങനെ, അത് ശരി. ഇവിടെ ഈ ചേട്ടന്മാരെന്താ പറയുന്നത് വെച്ചാൽ ഇതിന് വലിയ ആഴമൊന്നുമില്ല, നമ്മുടെ മുട്ടിനേക്കാട്ടും കുറച്ചുകൂടി മുകളിലെ വെള്ളമുള്ളൂ. പക്ഷേ ആരെങ്കിലും ഇത് നമ്മളിങ്ങനെ സേഫ്റ്റി ജാക്കറ്റ് ഇല്ലാണ്ട് ഈ വഞ്ചിയിൽ ഇങ്ങനെ ഇതിൽ കൂടി സഞ്ചരിക്കുന്നത് കണ്ടാൽ ആരെങ്കിലും ഫോട്ടോ എടുത്തൊക്കെ അയച്ചു കൊടുത്താൽ ഇവർക്ക് ഫൈൻ അടയ്ക്കേണ്ട വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ കിട്ടി അത് ഇടുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം നമ്മുടെ ഈ ഒരു വഞ്ചി സഫാരിയിലേക്ക്. നമുക്ക് ഒരുമിച്ച് ഇത് എൻജോയ് ചെയ്യാം. വരൂ. ഇവിടെ ഒരു 3-4 ടൈപ്പ് വഞ്ചികൾ കിടക്കുന്നുണ്ട്. ഈ ബ്ലൂ ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് കുറച്ച് ആളുകൾ കൂടുതൽ 5 പേരൊക്കെ ഉണ്ടെങ്കിലാണ് അതിനകത്ത്. അപ്പം നമ്മളത് ഇതിനകത്താണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിലാകെ 2-3 പടികളേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതേ നമ്മുടെ വഞ്ചിക്കാരൻ ചേട്ടൻ ഇവിടെ റെഡിയാണ്. അപ്പം നമ്മളിത് ഈ വഞ്ചിയിലേക്ക് കയറാൻ പോകുവാണ്. വലിയ എളുപ്പമാണ് കേട്ടോ, വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ശരിക്കും ഒരു ഇതിന് വേണ്ടി ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കൊരു ഫൈൻ അടിക്കാതിരിക്കാനായിട്ട് ആരെങ്കിലും കണ്ട് പ്രശ്നമാക്കണ്ട വെച്ചിട്ട് മാത്രമാണ്, അല്ലാതെ വലിയ ആഴമൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ അതേ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നല്ല മനോഹരമായ കാഴ്ച എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിപ്പോൾ രാവിലെ ഒരു 7:15 സമയമാണ് കേട്ടോ. ഞാൻ ഈ ഒരു പുള്ളിൻ്റെ ഗ്രാമഭംഗി ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും കാണണം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാലേ ഉള്ളൂ ഇതൊരു സെക്കൻഡ് പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ അതേ വഞ്ചി ഇങ്ങനെ നീങ്ങിത്തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ മനോഹര കാഴ്ചകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്താലോ. Давай,
അങ്ങനെ താമരപ്പൂവൊക്കെ പറിച്ചു. ഇവിടെ താമരപ്പൂ പറിക്കുന്നതിന് ഭയങ്കര റെസ്ട്രിക്ഷനാണ് കേട്ടോ. കാരണം ഇത് ഒരു വ്യക്തിയുടെ, എനിക്ക് തോന്നുന്നു ഈ വഞ്ചിക്കാർ ചേട്ടന്മാരുടെ ആരുടെയോ ഒരാളുടെ പാടം, താമരപ്പാടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിത് ഇതുപോലെ വഞ്ചിയിൽ ഇങ്ങനെ സഫാരി നടത്താൻ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് കാഴ്ചയ്ക്കും അതുപോലെ പറിക്കാനും വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു സഫാരി നടത്തിയാൽ ഒരു താമരപ്പൂവേ പറിക്കാൻ പാടുള്ളൂ. ഞാൻ വീണ്ടും ഒന്നുകൂടി ചോദിച്ചായിരുന്നു ഒരെണ്ണം കൂടി പറിച്ചോട്ടെ, കാരണം ഞാനിത് പറിച്ചപ്പോഴത്തേനും മോക്കും പറിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. പക്ഷേ അവരത് സമ്മതിച്ചില്ല. എന്ന് വെച്ചാൽ ഒരു അങ്ങനെ പറിക്കാൻ പറ്റില്ല, ഒരെണ്ണം പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ ഒരു താമരപ്പൂവ പറിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ പറിച്ചുകൊണ്ട് പോയാൽ അതിൻ്റെ ഭംഗി പോവും, ശരിയാണ്. പക്ഷെ എന്നാലും ഒരെണ്ണം കൂടി പറിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. അപ്പോൾ അതാ താമരപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഈ വഞ്ചി പോകുന്ന ഭാഗത്ത് താമരയില്ല, ആ ഭാഗം അവരിങ്ങനെ താമരയുടെ ഭാഗം ഇങ്ങനെ ആ ചെടിയും അതുപോലെ തന്നെ ഇലയൊക്കെ നീക്കിയിട്ടേക്കുക. കാരണം എന്നാൽ മാത്രമല്ലേ വഞ്ചിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ താമരപ്പൂ ഇല്ലാണ്ട് ഇങ്ങനെ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയേക്കുവാണ് കേട്ടോ. അതാണ് ആ വെള്ളം പോലെ കാണുന്നത്. പിന്നെ ആ നമ്മൾ സഞ്ചരിക്കുന്നതിന് തൊട്ടിപ്പുറത്തെ സൈഡിലൊക്കെ താമരയാണ്. കണ്ടോ, വഞ്ചിക്ക് പോകാൻ വേണ്ടിയാണ് ഇത്രയും സ്പേസ്. പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ താമരയാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ താമരയുടെ ഭാഗത്ത് വെള്ളം തീരെ ഇല്ല, അപ്പോൾ അങ്ങോട്ടേക്ക് വഞ്ചി കടത്താൻ പറ്റത്തുമില്ല. കാരണം ഇത് തുഴയണമെങ്കിൽ ഒരു മിനിമം കുറച്ച് വെള്ളം വേണമല്ലോ. ശരിക്കും പറഞ്ഞാൽ മുട്ടറ്റം വെള്ളമൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ആ തോണിയുടെ ആ ഒരു ഇങ്ങനെ ഇത് താഴണ കണ്ടിട്ട് കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ മുട്ടറ്റം വെള്ളം എന്ന് എൻ്റെ അടുത്ത് മുട്ട കുറച്ചൊരു കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ പങ്കായം പോലെ ആ ഒരു മരത്തടി താഴണ കണ്ടപ്പോൾ കുറച്ച് വെള്ളം ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതായത് നമുക്ക് നമ്മൾ പോണതിൻ്റെ സൈഡിലെല്ലാം താമര, നമുക്ക് തൊട്ട് തൊട്ട് പോകാം, പക്ഷെ പറിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഒരെണ്ണമേ പറ്റുള്ളൂ. ഇത് വഞ്ചിക്ക് ഇത്തിരി പൊക്കം കൂടുതലുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ വെള്ളത്തിൽ തൊടാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു കോട്ടയത്തെ ഒരു ആമ്പൽപ്പാടത്തിൽ കൂടി പോയിട്ടുണ്ട്, മലരിക്കൽ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒരു വീഡിയോ ആണത്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ വഞ്ചി വെള്ളത്തിനോട് ചേർന്നാ പോകുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിലൊക്കെ കൈ തൊടായിരുന്നു. ഇത് ഈ വഞ്ചിക്ക് ഇത്തിരി പൊക്കമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് വെള്ളത്തിൽ തൊടാൻ പറ്റില്ല. വെള്ളത്തിൽ തൊണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ ചായണം, വെള്ളത്തിലേക്ക് വീണ് പോയാലോ എന്നൊരു പേടി. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ, വീണ് പോകുന്നില്ല. കാരണം പൊക്കം കൂടുതലാണ് ഈ വഞ്ചിക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിലധികം തൊടാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ആ ഒരു വരമ്പിൻ്റെ സൈഡിലെല്ലാം താമര ഇങ്ങനെ വിടർന്ന് നിൽക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആമ്പലുകൾ കണ്ടു കേട്ടോ ഞാൻ. അതെനിക്കൊന്ന് 2-3 ചെടിയാൻ തോന്നുന്നു ആമ്പലിൻ്റെ ഉള്ളത്. പക്ഷേ ഇത് താമരക്കുളമാണിത്. 2-3 ആമ്പലിൻ്റെ ചെടി ഉണ്ട് ഇതിനിടയിൽ. ഇത് കണ്ടു, ഇതിൻ്റെ സൈഡിലെല്ലാം ജമന്തി നട്ടേക്കുമാണ്. എൻ്റെ കഴിഞ്ഞ പുള്ളിൻ്റെ വീഡിയോയിൽ ഈ ജമന്തി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ താമരക്കുളത്തിന് ചുറ്റും ഇതിൻ്റെ ആൾക്കാർ തന്നെ നട്ടേക്കണതാണ്. അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ താമരക്കുളം. ശരിക്കും കുറച്ച് ആൾക്കാർ ഉണ്ടായത്, ഏതോ ഒരാളുടെയാണ് ഈ താമരക്കുളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ആ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നട്ടേക്കണതാണ് ഈ ജമന്തി എല്ലാം. ഇങ്ങനെ ഇതുപോലെ കറങ്ങാനായിട്ടൊക്കെ കണ്ട് തോണിയിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ ആൾക്കാർ വരുമ്പോൾ ആ ഒരു അവർക്ക് ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വേണ്ടി നട്ടേക്കണതാണ് ആ ജമന്തി. അല്ലാതെ നമുക്ക് പറിക്കാനോ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ അവരതിന് അനുവാദം അന്ന് തന്നിരുന്നില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസം. ഇപ്പോൾ ഒരു 7:40 ആ സമയമായി. പക്ഷെ ഭയങ്കര വെയിൽ. ഇപ്പോൾ രാവിലെ നല്ല വെയിലാണല്ലോ. പക്ഷേ ഈ സമയത്ത് വന്നില്ലെങ്കിൽ താമര ഇങ്ങനെ ചുരുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ വന്നത്. എനിക്ക് ശരിക്കും താമരകളുടെ ഇടയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു താമര ചീത്തയായി പോകണോണ്ടായിരിക്കാം ആ ചേട്ടൻ സമ്മതിക്കാത്തത്. അതുപോലെ തന്നെ വെള്ളം ഇത്തിരി കുറവാണെന്നും പറഞ്ഞു കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ, താമരക്കുളത്തിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ ആ സൈഡിലെ വരമ്പിൽ മുഴുവനും മഞ്ഞയും ഓറഞ്ച് ജമന്തികളാണ്. ഇതും ഇവർ നട്ടുപിടിപ്പിച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈഡ് കഴിഞ്ഞു, ദേ ഇറങ്ങി. ഇനിയിപ്പം നേരെ
നമ്മൾ റോഡിലൂടെ പോകുന്നത്, നമ്മുടെ വണ്ടി അവിടെ ഇട്ടേക്കണത്. അപ്പോൾ അങ്ങോട്ട് പോകുവാണ് കേട്ടോ റോഡിൽ കൂടി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ ഈ സഫാരി? ഒരു പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി, പക്ഷേ എല്ലാ സമയം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇത്രയും താമരകളുടെ ഇടയിൽ കൂടി വഞ്ചിയിൽ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പുള്ള് എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ മനക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തെ ആ പ്രദേശത്തെ ഈ ഒരു മനോഹരമായ താമരക്കുളം സന്ദർശിക്കാൻ മറക്കരുത് കേട്ടോ. ഇത് കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഈ വെയിൽ നന്നായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇപ്പോൾ ഒരു 7:45 കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല. നല്ല വെയിലാണ് കേട്ടോ. അപ്പം നമ്മൾ സഫാരി ചെയ്ത താമരക്കുളമാണ്. തൊട്ടപ്പുറത്ത് വലിയ താമരക്കുളമാണ്. ഇതാണ് അത്. താമരകൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി പറിച്ചുകൊണ്ട് പോവുകയാണ് അമ്പലത്തിൻ്റെ ആവശ്യത്തിനേക്കൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സൈഡിലേക്ക് കയറിയപ്പോൾ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു പവർ ഹൗസ് കണ്ടു. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ സൈഡിലാണ് നമ്മുടെ നമ്മൾ കണ്ടില്ലേ ഒരു വഞ്ചിക്കകത്ത് ഇങ്ങനെ താമര പറിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ വിൽക്കാനുള്ള ആവശ്യത്തിനാണ്. അവരത് മുഴുവനും പറിച്ചത് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേക്കും. അപ്പം നമ്മളിത് കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇത് അമ്പലങ്ങളിലേക്കും അതുപോലെ തന്നെ പൂക്കടകളിലേക്കൊക്കെ കൊടുക്കാനുള്ളതാണ്, വിൽപ്പനയ്ക്കുള്ളതാണ്. അപ്പോൾ മൊത്തം താമര മൊട്ടാണ് കണ്ടോ. അതിൽ കുറച്ചൊക്കെ വിടർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇവർ ആവശ്യത്തിന് താമരപ്പൂ തന്നു കേട്ടോ. നമ്മുടെ അവിടുത്തെ ചേട്ടന്മാർ ഒരെണ്ണോ നമുക്ക് പറിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ വിൽക്കാനായിട്ട് പറിച്ചേക്കുള്ളൂ, മറ്റേത് ഭംഗിക്ക് വേണ്ടി വെച്ചേക്കണം. അതുകൊണ്ടാണ് അവർ നമുക്ക് അങ്ങനെ ഒരുപാട് തരാത്തത്. അല്ലെങ്കിൽ ആ ഭംഗി പോവില്ലേ. ഇതുപോലെ വീണ്ടും ഇതുപോലെ സന്ദർശകരും ഇതുപോലെ ഇതൊക്കെ ഭംഗി കാണാൻ വരുമ്പോൾ പറിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താമര ഉണ്ടാവില്ല. അതുകൊണ്ട് തരാഞ്ഞതാണ്. പക്ഷേ ഇവരെന്ന് വെച്ചാൽ ഇത് പറിച്ച് കൊണ്ടുപോയി വിൽപ്പനയ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ ഒരെണ്ണോ ചോദിച്ചുള്ളൂ, പക്ഷേ 3-4 താമരപ്പൂക്കൾ തന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം താമര മൊട്ടാണ്. അപ്പം മൊട്ടുകളാണ് ഇവർക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് താമരപ്പൂ അവർ തന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് താമരപ്പൂവായി. എന്തൊക്കെയാണെങ്കിലും താമരപ്പൂവിൻ്റെ ഒരു സൗന്ദര്യം ഒരു വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ വഞ്ചിയിൽ കൊണ്ടുവന്ന താമരപ്പൂവ് ഇതുപോലെ വലിയ ചാക്കിലേക്കാക്കി വലിയൊരു വാനിലേക്ക് വെക്കുവാണ്. അപ്പോൾ ഇപ്പം തന്നെ 4-5 ചാക്ക് പറിച്ച് കഴിഞ്ഞു അവർ. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. താമരമുട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ. എന്തൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പൂവാണ് താമര. ഇത് കണ്ടോ, ഒരു ചാക്ക് നിറച്ച് താമരമുട്ട്. ഇത് ഒരു ചാക്കൊന്നും അല്ലാണ്ട് ഇതിന് മുമ്പ് അടുത്ത ചാക്ക് നിറയ്ക്കുവാണ്. പിന്നെ അവർ തൊട്ടിപ്പുറത്തൊരു വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ ഇതുപോലെ 3-4 ചാക്ക് ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ് താമര. ഇതൊക്കെ ഇങ്ങനെ വഞ്ചിയിൽ പറിച്ചുകൊണ്ട് വരണതാണ്. അത് തൊട്ടിപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു പവർ ഹൗസ്. ഇതെന്ന് പറഞ്ഞാൽ പീച്ചി ഡാമിലെ വെള്ളമാണ് കേട്ടോ. ഈ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ ആ ഒരു ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടുത്തെ കൃഷിസ്ഥലം ഇത്തിരി ഉയരത്തിലാണ്. അപ്പോൾ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ നേരെ കൃഷിസ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു പവർ ഹൗസ് വെച്ചേക്കാണ്. അപ്പോൾ അതിനകത്തേക്ക് വന്ന് ഈ വെള്ളം വീണ ശേഷം ഇത് പാടങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ഡാമിൻ്റെ ഷട്ടർ പോലെ ഇവിടെ പണിതിട്ടുണ്ട്. അതിൽ കൂടി ഈ പാടങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹൈറ്റ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ പവർ ഹൗസ് വെച്ചേക്കുന്നത്. എന്തൊരു ഫോഴ്സിലാണെന്നറിയോ വെള്ളം ഡാമിൽ നിന്ന് ഒഴുകി വരുന്നത്. ഇത് ഡാമിൽ നിന്ന് വന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കണ്ടോന്നേ കണ്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഒഴുകി താഴത്തേക്ക് എത്തിയിട്ട് അവിടെ ഒരു ഷട്ടർ പോലെ വെച്ചിട്ടുണ്ട്. അതിലൂടെ പതുക്കെ കുറച്ച് ഫോഴ്സ് കുറച്ച് ഇപ്പുറത്തേക്ക് വരും. ആ ഒരു ഷട്ടറിൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ കൂടി ഇങ്ങനെ പവർ കുറഞ്ഞാണ് വരുന്നത്. ഇതുപോലെ ഇത്രയും പവറിലേക്ക് ആവുമോ അത്. മറ്റത് ഭയങ്കര ഫോഴ്സ് അല്ലേ, അങ്ങനെ നമുക്ക് പാടത്തേക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു ഷട്ടറിലേക്ക് വെള്ളം കയറ്റുകയും ഇതുപോലെ കുറച്ച് പതുക്കെ വരും. എന്നിട്ട് ഇതാണ് പാടശേഖരങ്ങളിലേക്ക് ഒഴുകി പോകുന്നത്. ഇതിൻ്റെ ഇവിടെ ഏക്കേഴ്സ് ഓഫ് പാടശേഖരമാണ് കേട്ടോ ഈ താമരക്കുളത്തിൽ. എനിക്ക് തോന്നുന്നു എന്തുമാത്രം ഏക്കറാണെന്നറിയോ, ഒരു 100-500 ഏക്കറാണ് പാടം ഉള്ളത്. അപ്പോൾ ഇത് ആ ഡാമിൻ്റെ ഷട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് നോക്കി എന്തൊരു ഫോഴ്സിലാണ് പീച്ച് ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് പവർ ഹൗസിലേക്ക് കയറി വരുന്നത്. ഭയങ്കര ഫോഴ്സാണ്. അപ്പോൾ ഷട്ടർ വഴി ഇതിൻ്റെ ഫോഴ്സ് കുറച്ചിട്ടാണ് അവർ അപ്പുറത്തോടെ പാടശേഖരത്തിലേക്ക് വിടുന്നത്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ ഫോഴ്സ് കുറഞ്ഞ് ഷട്ടർ വഴി പോകുന്നത്. പക്ഷെ ഡാമിൽ നിന്ന് ഡയറക്റ്റ്ലി പമ്പ് ചെയ്ത് വന്നത് ഇങ്ങനെയാണ്. ഈ ഒഴുക്ക് ഭയങ്കരമല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടായി ഇന്നത്തെ കാഴ്ചയൊക്കെ? ഇഷ്ടപ്പെട്ടോ? നമ്മൾ വഞ്ചിയിൽ ട്രാവൽ ചെയ്തതും താമര പറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതും പവർ ഹൗസ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ഫ്രണ്ട്സ്? വെൽക്കം ബാക്ക്. ഇത് കണ്ടോ, നമ്മൾ പറിച്ചെടുത്ത താമരയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഒരുപാട് താമരപ്പൂക്കളുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് അധികം പറിക്കാൻ അവർ സമ്മതിക്കില്ല കേട്ടോ. ഒരു വഞ്ചി സഫാരിക്ക് ഒരു താമര, അതാണ് കണക്ക്. പക്ഷെ എന്നാലും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു താമര പറിച്ചപ്പോൾ. നോക്ക്, നല്ല വിടർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? നമ്മുടെ ആ ഒരു താമരക്കുളത്തിലൂടെയുള്ള ആ ഒരു വഞ്ചി സഫാരി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഞങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ വഴി തൃശ്ശൂർ വഴി പോകുമ്പോൾ പുള്ളിൻ്റെ മനക്കൊടി എന്ന പ്രദേശം മറക്കണ്ട കേട്ടോ. അതും പ്രത്യേകിച്ച് ഇവിടെ ഒരു അടിപൊളി താമര
കുളവും. അപ്പോൾ അത് മറക്കണ്ട, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും അതുപോലെ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.